ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് എന്ന്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. രണ്ടാമത്തെ ചോദ്യം: ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. അടുത്ത ചോദ്യം: രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്ത്? ഉത്തരം ബോസ്കർ. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്ത്? ഉത്തരം എനോള ഗേ. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 6.4 കിലോഗ്രാം. ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു? ഉത്തരം 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവും. ഹിരോഷിമ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 6. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം യുറേനിയം 235. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? ഉത്തരം രാവിലെ 8:15. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം പോൾ W.D. ടിബറ്റ്. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത്? ഉത്തരം പേൾ ഹാർബർ തുറമുഖം. അടുത്ത ചോദ്യം: ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഉത്തരം B-29, B-29 എനോല ഗേയ്. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? ഉത്തരം സഡാക്കോ സസക്കി. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ്? ഉത്തരം പ്ലൂട്ടോണിയം 239. പേൾ ഹാർബർ ആക്രമണം നടന്നത് എന്ന്? ഉത്തരം 1941 ഡിസംബർ 7. അടുത്ത ചോദ്യം: മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി? ഉത്തരം മാൻഹട്ടൻ പ്രൊജക്റ്റ്. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്? 1945 ജൂലൈ 16. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ്? ഉത്തരം ട്രിനിറ്റി എന്ന പേരിലാണ്. അടുത്ത ചോദ്യം: ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. അടുത്ത ചോദ്യം: ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? ഉത്തരം
AIOI ബ്രിഡ്ജ്. അടുത്ത ചോദ്യം, ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ? ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. സഡോക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? ഉത്തരം 645. അടുത്ത ചോദ്യം, ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര്? സഡാക്കോ സസുക്കി.